ഓട്ടോമാറ്റിക് തസ്ബീഹ് കൗണ്ടർ. നിങ്ങൾ സ്ഥിരമായിട്ട് തസ്ബീഹ്, സ്വലാത്ത്, ദിക്റൊക്കെ ചെല്ലുന്ന ആളാണോ? അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾ ജപമാല ഉപയോഗിച്ചിട്ട് ജപിക്കുന്ന ആളാണോ? എങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അതായത് മാനുവലായിട്ട് നമ്മളിപ്പോൾ ഇലക്ട്രോണിക് തസ്ബീഹ് കൗണ്ടറൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേ നമ്മൾ തസ്ബീഹ് ചെല്ലാറുണ്ട്, അല്ലെങ്കിൽ ജപിക്കാറുണ്ട്. അതുപോലെ തന്നെ ജപമാല ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ തസ്ബീഹ് മാല ഉപയോഗിച്ചിട്ട് ഓരോ മുത്ത് ഇങ്ങനെ നീക്കിക്കൊണ്ട് നമ്മൾ ജപിക്കാറുണ്ട്, തസ്ബീഹ് ചെല്ലാറുണ്ട്. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പ്രസ് ചെയ്യാതെ തന്നെ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്നല്ലേ? അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുക്കാം. ഇതിലൂടെ എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക എന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ ഒരുപാട് ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ഉദ്ദേശിച്ച ദിക്ർ, സ്വലാത്തൊന്നും ഇവിടെ ഇല്ല എങ്കിൽ ഏറ്റവും മുകളിൽ വലതുവശത്ത് ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ സേവ് ആകും. ഓക്കെ, നിങ്ങളുടെ ലാംഗ്വേജിൽ തന്നെ നിങ്ങൾക്കിവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി ഇടതുവശത്ത് 3 ലൈൻസ് മുകളിൽ കാണാൻ സാധിക്കും. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സാധാരണ പോലെ ദിക്ർ, സ്വലാത്തൊക്കെ ഇവിടെ ചെല്ലാം. പിന്നെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും നമുക്ക് ചെല്ലാൻ സാധിക്കും. പിന്നെ തസ്ബീഹ്, നേരത്തെ ഞാൻ കാണിച്ച ഓപ്ഷനിലേക്ക് വീണ്ടും നമുക്ക് എത്തിച്ചേരാം. പിന്നെ അതിൻ്റെ ഹിസ്റ്ററി എടുക്കാം. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ഹിസ്റ്ററിയും വേർതിരിച്ച് നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന സെറ്റിങ്സ്. ഈ സെറ്റിങ്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഏറ്റവും മുകളിൽ എവരി തസ്ബീഹ് സൗണ്ട് നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം, സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ 33, 100 ആകുമ്പോഴത്തേക്കും സൗണ്ട് വേണമെങ്കിൽ അവിടെയും ടിക്ക് മാർക്ക് കൊടുക്കാം. പിന്നെ എവരി തസ്ബീഹ് വൈബ്രേഷൻ വേണമെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ 33, 100 ആകുമ്പോൾ വൈബ്രേഷൻ വേണമെങ്കിൽ അവിടെയും ടിക്ക് മാർക്ക് കൊടുക്കാം. പിന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലറേഷൻ നിങ്ങൾക്കത് വേണമെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കാം. പിന്നെ ഡാർക്ക് മോഡ് ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തീം നമുക്ക് മാറ്റാം. ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ ഇതിൻ്റെ തീം നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫോണ്ട് സൈസ്, ആ ദിക്റിൻ്റെയൊക്കെ നമ്മൾ ആ ഫോണ്ട് സൈസ് കൂട്ടാനും കുറക്കാനും ഒക്കെ സാധിക്കും. ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം. പിന്നെ ഓട്ടോ ലോക്ക് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നവർ എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയേ വേണ്ടൂ. ഇനി നമുക്ക് ജസ്റ്റ് നേരെ ബാക്ക് വന്നിട്ട് ഇവിടെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് തസ്ബീഹ് എടുക്കാം. ഓക്കെ, ഇതിൽ ഇഷ്ടപ്പെട്ട ദിക്ർ ഏതാണ് അല്ലെങ്കിൽ തസ്ബീഹ് ഏതാണ് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഈ ഒരു ദിക്റാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സ്ക്രീനിൻ്റെ എവിടെ വേണമെങ്കിലും ടച്ച് ചെയ്തിട്ട് നമുക്ക് ഈ ദിക്ർ ചെല്ലാവുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ അങ്ങനെ ചെല്ലാം. ഇനി ഇങ്ങനെ പ്രസ് ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ ചെല്ലാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് മുകളിൽ രണ്ടാമത്തെ ഐക്കൺ ഉണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എത്ര സ്പീഡിലാണ് ദിക്ർ ചെല്ലുന്നത് അല്ലെങ്കിൽ സ്വലാത്ത് ചെല്ലുന്നത് അതുപോലെ ഒരു 3 പ്രാവശ്യം ചെല്ലുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. ഇനി നമ്മൾ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് 7, 8, 9, 10 അങ്ങനെ പോകും, 100 വരെ പോകും. ഇനി 100ൽ കൂടുതൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിൽ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഫുൾ സ്ക്രീൻ ആകും. ഓക്കെ, ഇനി അത് വേണ്ടെങ്കിൽ ബാക്ക് വന്നിട്ട് ഇവിടെ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് മോഡിൽ, അതായത് ബാറ്ററിയുടെ പ്രശ്നം നിങ്ങൾക്ക് വരുമെന്ന് പേടിക്കേണ്ട. ഡാർക്ക് മോഡിൽ ഇതാ ഇങ്ങനെ കൗണ്ടിങ് നടന്നുകൊണ്ടേയിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ. ഓക്കെ, ഇനി കൗണ്ടിങ് കാണണ്ട എങ്കിൽ അടുത്ത ഐക്കൺ ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ടിങ് കാണില്ല, പക്ഷേ സൗണ്ട് ഇതുപോലെ കേൾക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ദിക്ർ, സലാത്തൊക്കെ ചെല്ലാം. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് കൗണ്ടിങ് ഇപ്പം 100 പ്രാവശ്യമാണല്ലോ നമ്മൾ ചെല്ലുന്നത്, അത് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം കാണുന്നത് ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 100 എന്ന് കാണുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് 1000 വേണമെങ്കിൽ 1000 ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 100ൽ ഇത് സ്റ്റോപ്പ് ആകുകയില്ല. അപ്പോൾ നമുക്ക് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. ഓക്കെ, ഇനി താഴെ മറ്റുള്ള ഓപ്ഷനുകൾ നേരത്തെ കാണിച്ചു തന്നെയാണ്. കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതാ ഇവിടെ ഉണ്ട്. ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഡാർക്ക് മോഡ്, ലൈറ്റ് മോഡ് ഇതാ ഇവിടെ തന്നെ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. പിന്നെ ഇതാ ഇവിടെ ഫോണ്ട് സൈസ് നിങ്ങൾക്ക് കൂട്ടാനും കുറക്കാനും ഇതാ ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്. നേരത്തെ കാണിച്ചത് തന്നെയാണ്. ഓക്കെ, അതിൻ്റെ ഇപ്പുറത്തായിട്ട് മറ്റൊരു ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റൗണ്ടിൽ ഡിസൈൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. കേട്ടോ, ആ ഒരു റൗണ്ടിൽ ഡിസൈൻ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, പിന്നെ സൗണ്ട് കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻ, പിന്നെ വൈബ്രേറ്റിൻ്റെ ഓപ്ഷൻ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ജസ്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളമാണ് ഈ ഒരു കൗണ്ടർ ഉപയോഗിച്ചിട്ട് ചെല്ലിയത്, ഏത് ദിക്റാണ്, ഏത് സ്വലാത്താണ് ചെല്ലിയത്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എത്രയാണ് നിങ്ങൾ ചെല്ലിയത് അതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വേണമെങ്കിൽ അത് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ,
വീണ്ടും ഓപ്ഷൻ എടുത്തിട്ട് തസ്ബീഹ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ ചൊല്ലാവുന്നതാണ്. ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.